ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, നമ്മൾ ഒരു കാര്യം പലതവണ ശ്രമിച്ചിട്ടും നടക്കുന്നില്ല എങ്കിൽ, ഒരു രക്ഷയുമില്ലെങ്കിൽ, നമ്മൾ പലതവണ നോക്കിയിട്ടും ഒരു കാര്യം നടക്കുന്നില്ല. അതൊരു നമ്മുടെ തൊഴിൽ കാര്യമായിക്കോട്ടെ, സാമ്പത്തിക കാര്യമായിക്കോട്ടെ, ജീവിതത്തിലേക്ക് ഏറ്റവും വേണ്ട ഒരു കാര്യമായിക്കോട്ടെ, ഒരുപാട് തവണ ശ്രമിച്ചിട്ടും നടക്കുന്നില്ലെങ്കിൽ ഭദ്രകാളിയുടെ ഈ ഒരു വിദ്യ ചെയ്തു നോക്കുക. ആ കാര്യം നടക്കാൻ ഉപകരിക്കും. അങ്ങനെ ചെയ്ത പലർക്കും പല കാര്യങ്ങളും സാധിച്ചു കിട്ടിയിട്ടുണ്ട്. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ എന്നാലാകുന്ന രീതിയിൽ വിശദമായിട്ട് പറഞ്ഞു തരാം. അത് നിങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കി ശരിയായിട്ട് ചെയ്താൽ അനുഭവം ഉണ്ടാകും. അങ്ങനെ ചെയ്തവർക്ക് അനുഭവം ഉണ്ടായ കാര്യമാണ്. അതുകൊണ്ടാണ് ഇത്ര വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത്. ഞാൻ എൻ്റെ നാവ് കൊണ്ട് തന്നെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ പല കാര്യങ്ങളും നേടിയെടുത്തവരുണ്ട്. നിങ്ങൾക്ക് ശരിയായിട്ട് ചെയ്താൽ ബലം ഉണ്ടാകും. ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അത് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. പിന്നെ നാഗരാജാവിൻ്റെ ചില രഹസ്യങ്ങളുടെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം. എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ, അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. അപ്പോൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ എന്നേക്കും ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. 10 അല്ലെ 15 അല്ലെ 20 എത്ര മിനിറ്റ് ആയിക്കോട്ടെ, 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുക. പിന്നെ നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്ന കാര്യങ്ങളും നല്ല കാര്യങ്ങളുമാണ് എല്ലാം ഞാൻ പറയുന്നത്. അപ്പോൾ അത് വിശദമായിട്ട് കേൾക്കുക. ഇനി വിഷയത്തിലേക്ക് വരികയാണ്. അതിനു മുമ്പ് നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. അതും സമയത്തിന് കൊടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അതും കുറച്ച് വർക്കുകളെ എടുക്കുന്നുള്ളൂ. ഞാൻ ഹസ്തരേഖ, സംഖ്യ, ജ്യോതിഷം, ഗ്രഹനില ഇതാണ് നോക്കുന്നത്. ഇത് എനിക്ക് തൃപ്തമായ രീതി പരിഹാരം കിട്ടുമ്പോഴേ ഞാൻ വർക്ക് നിർത്തത്തുള്ളൂ. അതാണ് എൻ്റെ ഒരു രീതി. അപ്പോൾ അതിന് ഞാൻ ചെലവഴിക്കുന്ന സമയത്തേക്കാൾ അതിൻ്റെ 4 പോലും ഒരു തുച്ഛമായ ഒരു ഫീസ് മാത്രമാണ് പറയുന്നത്. കാരണം ഞാൻ ഒരു സത്യത്തെ വിശ്വസിക്കുന്ന ആളാണ്, ശിവനെ വിശ്വസിക്കുന്ന ആളാണ്, ഞാനൊരു സത്യത്തെ വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ്. അപ്പോൾ അവർ ആ ഫീസ് എത്രയാണ് അതിൻ്റെ 10 ഇരട്ടി കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. അതിലാണ് നമുക്ക് സംതൃപ്തി കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ സമയം എടുക്കും. ഞാൻ സമയം നോക്കാറില്ല. പിന്നെ ക്ഷേത്രത്തിലേക്കുള്ള കാര്യങ്ങളായിരിക്കും, അതൊക്കെ ആവർത്തിക്കേണ്ടി വരും. അല്ലാതെ ചുമ്മാ നോക്കാൻ ചെയ്യാൻ പറ്റാത്തവർ നോക്കണ്ടെന്നേ പറയത്തുള്ളൂ. അഥവാ നോക്കാൻ വേണ്ടി പേയ്മെൻറ്റ് ചെയ്താൽ ആ സെക്കൻഡ് ഞാൻ തിരിച്ചിട്ട് കൊടുക്കും. അതായിട്ടൊരു രീതി. അല്ലാതെ വെറുതെ സമയം കളയാനോ ആ പരിപാടിയൊന്നുമില്ല. ആവശ്യമുള്ളവർ നോക്കുക, ചെയ്യാൻ താല്പര്യമുള്ളവർ നോക്കുക. നല്ല കാര്യങ്ങളാണ് പറയുന്നത് ക്ഷേത്രത്തിലേക്കുള്ള. അത് ചെയ്ത് അവർക്കൊരു ഉയർച്ച ഉണ്ടാകുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അത് ഞാൻ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. ഒരാളുടെ ഒരു ഉയർച്ച, ഒരു സന്തോഷം, അതൊക്കെ പങ്കുവയ്ക്കുന്നത് എനിക്കുണ്ടായ പോലെ തന്നെയാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കത്തില്ല. അത് വെറുതെ നോക്കുന്ന കാര്യം എനിക്കിഷ്ടമല്ല. അവനവന് ചെയ്യാവുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത് പറഞ്ഞതേ ഉള്ളൂ. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. ഇത് പറയുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല. ഇതാണ് സാഹചര്യം. ഇനി വിഷയത്തിലേക്ക് വരികയാണ്. ഒരു കാര്യം നമ്മൾ പലതവണ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല എങ്കിൽ ഞാൻ പറഞ്ഞ ഭദ്രകാളിയുടെ ഈ രഹസ്യവിദ്യ ഒന്ന് ചെയ്തു നോക്കുക. കാരണം ഇത് ചെയ്തവർക്ക് പല കാര്യവും നേടിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ടായി പറയുന്നത്. ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തു, അല്ലാതെ ആദ്യമായിട്ട് പറയുന്ന കാര്യമൊന്നുമല്ല. അപ്പോൾ അത് കൃത്യമായിട്ട് ഫലം കിട്ടിയ കാര്യമാണ്. ശരിയായിട്ട് ചെയ്താൽ ഫലം കിട്ടും. ഞാൻ എന്നാലാകുന്ന രീതിയിൽ പറഞ്ഞുതരാം, വിവരിക്കാം. അതായത് നിങ്ങളിപ്പോൾ ഒരു കാര്യത്തിന് പോകുന്നു. നിങ്ങളുടെ ചിലപ്പോൾ ഒരു ഫയൽ സംബന്ധമായ കാര്യമായിരിക്കാം, നിങ്ങളുടെ അല്ലെങ്കിൽ ഒരു വിദേശവാസവുമായി സംബന്ധമായ കാര്യമായിരിക്കാം, ഒരു ലോൺ സംബന്ധമായ കാര്യമായിരിക്കാം, ഒരു തൊഴിൽ സംബന്ധമായ കാര്യമായിരിക്കാം. ഏതൊരു കാര്യം നിങ്ങളെ കുറേ ഇട്ട് നടക്കുന്നില്ല, പലതവണ ശ്രമിച്ചിട്ടൊന്നും നടക്കുന്നില്ല എങ്കിൽ ഭദ്രകാളിയുടെ ഒരു വിദ്യയുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം. അതായത് നിങ്ങളിപ്പോൾ ഒരു കാര്യത്തിന് പോകുന്നു, പലതവണ പോയിട്ട് നടക്കുന്നില്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വന്നു കഴിഞ്ഞു 1 രൂപ എടുക്കണം. 1 രൂപ നാണയം. ഇത് ആരും കാണാതെ ചെയ്യണം, അപ്പോഴാണ് ബലം ഉണ്ടാകുന്നത്. 1 രൂപ നാണയം എടുത്ത് നിങ്ങളുടെ വലത് കൈ പിടിച്ച് ചുരുട്ടിപ്പിടിച്ച് ഭദ്രകാളിയമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങൾ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ പേര് വിളിച്ചു ചൊല്ലി, അമ്മേ ഞാൻ ഒരു കാര്യത്തിന് പോവുകയാണ്, ഇത് ഒരുപാട് നോക്കിയിട്ട് നടക്കാത്തൊരു കാര്യമാണ്, അമ്മ എനിക്ക് നടത്തി തരണം, നടത്തി തന്നേ പറ്റൂ, അമ്മയെ ഞാൻ വിശ്വസിക്കുന്നത് നടത്തി തന്നേ പറ്റുമെന്ന് കട്ടായം പറയണം. അവിടെ ഒരു മനസ്സിന് ചഞ്ചലതയോ നടക്കുവോ പിന്നെ ഇത് ആര് വിചാരിച്ചാലും നടക്കത്തില്ല, അല്ലെങ്കിൽ നടക്കുവോ അങ്ങനെ ചിന്ത വന്നാൽ ഒരു ഫലവുമില്ല. അമ്മ നടത്തി തന്നേ പറ്റൂ, അമ്മയ്ക്കിത് സാധിക്കുമെന്ന് എനിക്കറിയാം,
ഞാൻ അമ്മയെ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ പേര് വിളിച്ചു ചൊല്ലി അവിടെ സംശയമില്ലാതെ പൂർണ്ണമായിട്ടും മനസ്സും ശ്രദ്ധയും ഭദ്രകാളി അമ്മയെ ചൊല്ലണം. നിങ്ങൾ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ പേര് വാഗൊണ്ട് വിളിച്ചു ചൊല്ലി ആരും കാണാതെ വേണം ഇത് ചെയ്യാൻ. അപ്പോൾ ഇത് വേണമെങ്കിൽ കുളിച്ച് കഴിഞ്ഞ് കുളിമുറി എന്ന് ഈ നാണയം വെച്ച് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ മുറി എന്നോ എങ്ങനെയാണെന്ന് വെച്ചാൽ കുളിച്ച് കഴിഞ്ഞ് തല തോർത്തി കഴിഞ്ഞ് കുളിമുറി എന്ന് വേണം ചെയ്യാം. അല്ലെ നിങ്ങളുടെ മുറിയിൽ നിന്ന് ചെയ്യാം. പക്ഷെ ഇതാരും കാണാതെ ചെയ്യണം. എന്നിട്ട് ഈ നാണയം ഇങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഈ നാണയം കണ്ണുകൊണ്ട് പിന്നെ നോക്കരുത്. ഇത് നിങ്ങൾ ഒരു പേപ്പറിൽ എവിടെയെങ്കിലും കണ്ണുകൊണ്ട് നോക്കാതെ പൊതിഞ്ഞ് വെക്കുക. പൊതിഞ്ഞ് വെക്കുക, നിങ്ങൾ ഡ്രോയിലോ എവിടെയെങ്കിലും പൂട്ടി വെക്കുക. അങ്ങനെ എവിടെയെങ്കിലും ഈ തുറന്ന് നോക്കാതെ പേപ്പറിനകത്ത് പൊതിഞ്ഞ് ഈ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ പിന്നെ കണ്ണുകൊണ്ട് ഈ നാണയം നോക്കരുത്. പിന്നെ ഇത് ഒരു പേപ്പറിനകത്ത് നിങ്ങൾ തന്നെ വെച്ച് പൊതിഞ്ഞ് അത് ഒരു ഡ്രോയ്ക്കകത്ത് വെച്ച് പൂട്ടുക. അതൊരു ദൃഢനിശ്ചയമാണ്. അപ്പോൾ ഇത് പിന്നെ ഇതിനെക്കുറിച്ച് ഓർക്കരുത്, മറന്നേക്കണം. അതായത് ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട്, ഒന്നും ചിന്തിക്കേണ്ട, ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ടെന്നും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നും. അപ്പോൾ ഇത് നടന്നു കഴിയുമ്പോൾ ഈ 1 രൂപ നാണയം ഈ ഭദ്രകാളി ക്ഷേത്രത്തിൽ കൊണ്ട് ഞാൻ ഇട്ടേക്കാം എന്നുകൂടി അമ്മയോട് പറയുക. അങ്ങനെ ഒരു വാചകം കൂടെ പറയണം. ഈ കാര്യം നടന്നു കഴിയുമ്പോൾ അത് എപ്പോഴാണെങ്കിലും, ഇന്ന് തന്നെ നടക്കണമെന്നില്ല, നമുക്ക് എത്രയും വേഗം അമ്മ നടത്തി തരും. ഇന്നല്ലേ നാളെ അല്ലെ വളരെ കുറച്ച് കാലയളവിനുള്ളിൽ, അന്ന് തന്നെ ചിലപ്പോൾ നടക്കണമെന്നില്ല, അടുത്ത ദിവസങ്ങളിലായിരിക്കാം, അല്ലെ അടുത്ത ആഴ്ചകളിലായിരിക്കാം, അടുത്ത മാസങ്ങളിലായിരിക്കാം. എപ്പോഴാണെങ്കിലും നടന്നു കഴിഞ്ഞാൽ ഉടനെ ഞാൻ ഈ നാണയം കൊണ്ട് അവിടെ സമർപ്പിച്ചേക്കാം ആ ഭദ്രകാളി ക്ഷേത്രത്തിൽ എന്ന് വാഗൊണ്ട് പറയുക. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. ചിന്തിച്ചാൽ പോയി. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ പോയി. പിന്നെ ഒന്നും ചിന്തിക്കരുത്, മറന്നേക്കണം. നടക്കുമോ എല്ലാം അവിടെ ഭദ്രകാളി അമ്മയ്ക്ക് അങ്ങ് വിടുക. ഞാനീ പറയുന്ന രീതി ചെയ്തവർ പല കാര്യവും നേടിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്ര വിശദമായിട്ട് പറയുന്നത്. അല്ല ചെയ്തെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. പറഞ്ഞ രീതി കൃത്യമായിട്ട് ചെയ്യുവാണെങ്കിൽ ഏത് കാര്യവും നേടിയെടുക്കാം. ഏത് കാര്യവും, എവരിത്തിങ്, സൂര്യന് കീഴെ നിങ്ങൾക്ക് നേടാൻ പറ്റുന്ന ഏത് കാര്യവും നേടിയെടുക്കാം. ശരിയായിട്ട് ചെയ്താൽ, അല്ലെങ്കിൽ വെറുതെ ചെയ്തിട്ട് കാര്യമില്ല. ഈ പറയുന്ന രീതിയിൽ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലല്ല, ഞാൻ പറയുന്ന രീതിയിൽ ചെയ്യണം. അവിടെയാണ് എൻ്റെ കാര്യം കിടക്കുന്നത്. അങ്ങനെ ചെയ്തവർക്കാണ് പല കാര്യവും നേടിയെടുത്തിട്ടുള്ളത്. അപ്പം പിന്നെ അതേക്കുറിച്ച് നിങ്ങളൊന്നും ചിന്തിക്കേണ്ട. വലതുകാലി വെച്ച് കുളിമുറിയിൽ നിന്ന് ഇറങ്ങുക. ഇത് ഒരു ട്രോയ് വെച്ച് പൂട്ടുക. ഇത് തുറന്നു നോക്കരുത്. ആരും നോക്കാത്ത രീതി വേണം വെക്കാൻ. പിന്നെ ഇതേക്കുറിച്ച് ഓർക്കണ്ട, മറന്നേക്കണം. ഇത് എപ്പോഴാണെന്ന് വെച്ചാൽ നടന്നു കഴിയുമ്പോൾ പോയി ആ നാണയം ഭദ്രകാളി അമ്മയുടെ അവിടെ കൊണ്ട് കാണിക്കുകയും ചെയ്യിടുക. അമ്മയോട് നന്ദിയും പറയുക. ഇതിൽ നിങ്ങൾക്ക് അവിടെ ആ ദിവസം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴിപാട് ചെയ്യാം. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം കടുംപായസമാണ്. കടുംപായസമോ അറുനാഴിപ്പായസമോ നിവേദ്യം എന്താണേലും കൊടുക്കണം. കടുംപായസമോ അറുനാഴിപ്പായസമോ, പിന്നെ അമ്മയ്ക്ക് ചെമ്പരത്തിമാല, ചുമന്ന പൂക്കളുള്ള മാല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ മനസ്സ് നിറഞ്ഞ അമ്മയ്ക്ക് അവിടെ ചെയ്യാം. നിങ്ങളുടെ മനസ്സാണ്. അപ്പോഴേ ഇത് ഏത് കാര്യവും നേടിയെടുക്കാം. ഇപ്പം വിവാഹം വർഷങ്ങളായിട്ട് നടക്കുന്നില്ല, ഇങ്ങനൊരു നാണയം വെക്കുക. കറക്റ്റ് ഭദ്രകാളിയമ്മയെ മനസ്സ് ചെല്ലണം കേട്ടോ, നടന്നിരിക്കും. നിങ്ങൾക്കൊരു ജോലി ശരിയാകുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട്, ഒരു ആൾക്ക് ഞാൻ തന്നെ പറഞ്ഞ് ചെയ്തു, ഒരു ഫയലിൻ്റെ കാര്യത്തിന് ഒരാളെ ഒരുപാട് നാളിട്ട് നടത്തിയപ്പോൾ ഈ കാര്യം ചെയ്ത് തന്നെ ശരിയായി, അവർ തന്നെ ശരിയാക്കി കൊടുത്തു. അപ്പം നിങ്ങളുടെ ഭാഗത്തൊരു ന്യായം ഉണ്ടായിരിക്കണം കേട്ടോ, അതുകൂടെ വേണം. ഇതെല്ലാം ദൈവികമായ കാര്യങ്ങളെല്ലാം ന്യായത്തിൻ്റെ വഴിയാണ്, സത്യത്തിൻ്റെ വഴിയാണ്. നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ ന്യായമായി അർഹമായിട്ട് കിട്ടാനുള്ളതായിരിക്കണം. അനർഹമായിട്ടുള്ള കാര്യത്തിന് വേണ്ടി ചെയ്യരുത് കേട്ടോ. അപ്പോൾ ആ ഫയൽ ശരിയായി, അവർ ആ നാണയം കൊണ്ടിട്ടു. അപ്പോൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു, സാറിന് പ്രത്യേകം നന്ദി പറയുന്നു, ഈ അനുഭവം സാറ് വീഡിയോയിൽ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഇത് എന്തും നേടിയെടുക്കാം, എന്തും. പക്ഷേ ഇത് ചെയ്യുന്ന ആളല്ലാതെ വേറൊരാൾ അറിയരുത്, പറയരുത്. ചെയ്തു കഴിഞ്ഞ് പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. അതാണ് ഇതിൻ്റെ അകത്തെ പ്രധാന രഹസ്യം. പിന്നെ അതിനെ മറന്നേക്കണം, അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യരുത്. ഈ കാര്യം നടന്നു കഴിയുമ്പോൾ പോയി ആ നാണയം അവിടെ ഇടുക. അന്ന് ഭദ്രകാളി അമ്മയ്ക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്ന നിങ്ങളുടെ മനസ്സിൻ്റെ സന്തോഷത്തിന് എന്ത് വേണമെങ്കിലും ചെയ്യാം. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം കടുംപായസമാണ്, നിവേദ്യം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അറുനാഴി പായസം, പന്തിരുനാഴി പായസം, അതൊക്കെ നിങ്ങൾക്ക് വലിയ കാര്യങ്ങളാണെങ്കിൽ ചെയ്യുക. അല്ലെ അന്ന് ബുക്ക് ചെയ്തിട്ട് പോരുക. പിന്നെ അമ്മയ്ക്ക് ചെമ്പരത്തിമാല വലിയ ഇഷ്ടമാണ്. ഈ ചെമ്പരത്തിമാലത്തെ എല്ലായിടത്തും രക്തപുഷ്പാഞ്ജലി കൊടുക്കുക. അങ്ങനെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. പിന്നെ ചില ക്ഷേത്രത്തിൽ വിശേഷാൽ ചില വഴിപാടുകൾ കാണും ഭദ്രകാളി അമ്മയുടെ. അത് നല്ല വഴിപാടുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അമ്മയ്ക്ക് കൊടുക്കുക. അപ്പം അത് നിങ്ങളുടെ മനസ്സാണ്. അപ്പോൾ ഇത് ആരോടും പറയരുത്.
നടന്നു കഴിയുമ്പോൾ പോയി ചെയ്താൽ മതിയെന്നേ, അല്ലെ അവിടെ നാളെ അവിടെ ഇരുന്നോട്ടെന്നേ. നിങ്ങളുടെ ഉറച്ച വിശ്വാസത്തോടെ പൂർണ്ണമായിട്ടും ഭദ്രകാളിയമ്മയെ മനസ്സ് ചെന്നാൽ നിങ്ങൾ പറയുന്നെങ്കിൽ അത് നടന്നിരിക്കും. അത് നിങ്ങളുടെ കയ്യിലായിരിക്കുന്നത്, എനിക്ക് പറഞ്ഞു തരാനേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇത്രയും വിശദമായിട്ട് പറഞ്ഞു തരുന്നത്. സംശയമില്ലാതെ ഭദ്രകാളിയമ്മയിൽ ഉറച്ച് വിശ്വസിച്ചാൽ അക്കാര്യം നടന്നിരിക്കും. എന്താണേലും നിങ്ങൾക്ക് ന്യായമായിട്ട് കിട്ടാനുള്ള, അല്ല നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ള ഏത് കാര്യമാണേലും. ഇതൊരു രഹസ്യ വിദ്യയാണ്, ഇതാരും പറഞ്ഞു തരത്തില്ല. എന്നാ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ലക്ഷങ്ങൾ കൊടുത്താൽ പോലും ആരും പറഞ്ഞു തരാത്ത കാര്യമാണ്. ഇത് നല്ല കാര്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. ഞാൻ നല്ല കാര്യത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് എല്ലാം പറയുന്നത്. അപ്പം ഇന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ ഇടുന്നത്, ഞാനിന്ന് ഈ ധരിച്ചിരിക്കുന്ന ഈ ഷർട്ട് ഒരു ഗുരുവായൂരപ്പൻ്റെ വലിയൊരു ഭക്തയാണ് കൊണ്ടുത്തന്നത്. ഇന്നലെ ഞാനിട്ടത് ഒരു ഡോക്ടർ തന്നായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു സന്തോഷം, അവർ സന്തോഷത്തോടെ സ്വീകരിച്ചു. അവരോടുള്ള ആ സന്തോഷം, സ്നേഹം, ബഹുമാനം, അവരോടുള്ള ഒരു സ്നേഹം, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തപ്പോൾ ഇതിട്ടത്. കാരണം ഗുരുവായൂരപ്പൻ്റെ ഒരു വലിയ ഭക്തയാണ് ഈ ഷർട്ട് എനിക്ക് കൊണ്ടുത്തന്നത്. ഗുരുവായൂരപ്പൻ്റെ അല്ല, ഏറ്റുമാനൂരപ്പൻ്റെ കേട്ടോ. അപ്പോൾ പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. ഏറ്റുമാനൂരപ്പൻ്റെ ഏറ്റവും വലിയൊരു ഭക്തയാണ് ഈ ഷർട്ട് എനിക്ക് കൊണ്ടുത്തന്നത്. വലിയ സന്തോഷം. കാരണം ഞാൻ ഏറ്റുമാനൂരപ്പനെ എൻ്റെ ഹൃദയത്തിലാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഏറ്റുമാനൂർ കൈലാസമാണ്. കൈലാസത്തിൽ പോകാൻ പറ്റാത്തവരെ ഏറ്റുമാനൂർ പോയാൽ മതി. സംശയമൊന്നും വേണ്ട, ഒരു സംശയം വേണ്ട, ഏറ്റുമാനൂർ കൈലാസം തന്നെയാണ്. ഇപ്പോൾ ഏറ്റുമാനൂരപ്പൻ്റെ പരമഭക്തയാണ്. എല്ലാ പ്രദോഷവും മുടങ്ങാതെ ഏറ്റുമാനൂർ പോയി തൊഴാൻ ഭാഗ്യം സിദ്ധിച്ച ഒരു ഭക്തയാണ്. അതെല്ലാവർക്കും പറ്റത്തില്ല. എത്ര പണം ഉണ്ടെങ്കിലും, എത്ര സാമർഥ്യമുണ്ടെങ്കിലും, എത്ര ത്യാഗം ചെയ്താലും ഏറ്റുമാനൂരപ്പനെ എല്ലാ പ്രദോഷവും പോയി കൃത്യമായി തൊഴണമെങ്കിൽ അത് ഏറ്റുമാനൂരപ്പൻ കൂടെ വിചാരിക്കണം. അങ്ങനെയുള്ള ഭഗവാന്റെ ഒരു പരമഭക്തയാണ്. അപ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാനും ഒരു കാരണമാണ്, ഒരു നിമിത്തമാണ്. എൻ്റെ നാവിൽ നിന്ന് തന്നെ വന്ന കാര്യങ്ങൾ, ഭഗവാനെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സമർപ്പണമായിട്ട് എനിക്ക് കൊണ്ടു തന്നതാണ് ഈ ഷർട്ട്. അപ്പോൾ അത് ഞാൻ ഇട്ടുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അത് അവരോടുള്ള ഒരു സ്നേഹം, ബഹുമാനം, ആദരവൊക്കെ അതിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ഏറ്റുമാനൂരപ്പനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഭഗവാൻ ശിവൻ എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന പരമേശ്വരനോടും പ്രാർത്ഥിക്കുന്നു. എല്ലാം ഒന്ന് തന്നെയാണ്. ഏറ്റുമാനൂരപ്പൻ തന്നെയാണ് കൈലാസം തീരിക്കുന്ന ശിവനും, എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ ആ സന്തോഷം പങ്കുവെച്ചതേ ഉള്ളൂ. എന്ന് കരുതി എനിക്ക് ഓരോരുത്തർ എല്ലാം കൊണ്ടുവരണമെന്നോ ഒന്നും അല്ല പറയുന്നത്. അങ്ങനെയൊന്നും ആഗ്രഹിക്കുന്നോ അങ്ങനെ മേടിക്കുന്ന ആളുമല്ല ഞാൻ. പക്ഷേ ഇത് അവർ കൊണ്ടുവന്നു, ഒരു സന്തോഷം അതുകൊണ്ട് മാത്രമാണ്. അല്ല അതിന് അങ്ങനെ ഒരു അർത്ഥമില്ല, അത് വേണ്ടതാണ് കേട്ടോ. അപ്പം ഇത് ഞാനത് പങ്കുവെച്ചതേ ഉള്ളൂ. അപ്പോഴേ വലിയൊരു ഇനിയിപ്പോൾ ഒരു ശിവൻ്റെ ഒരു മ്യൂറൽ പെയിൻറ്റിങ് ഒരാൾ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ഞാൻ ആവശ്യപ്പെടുന്നതല്ല, ഇങ്ങോട്ട് വരുന്നതാണ്. പിന്നെ കേദാർനാഥിൽ പോയി അവിടുന്ന് കുറേ ശിവൻ്റെ ചില കാര്യങ്ങൾ ഒരാൾ എനിക്കിവിടെ കൊണ്ട് തന്നായിരുന്നു. ഒരുപാട് അവിടുന്ന് ഒരു വിശേഷപ്പെട്ട ശിവൻ്റെ ചില കാര്യങ്ങൾ, കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ കാശി വിശ്വനാഥൻ്റെ ഭസ്മം ഒരാൾ അയച്ചു തന്നു. പിന്നെ പളനിയിലെ ഒരു മഹാസിദ്ധരുടെ സമാധിയിലെ വിഭൂതി എനിക്ക് അയച്ചു തന്നു. അതൊക്കെ എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് ഏറ്റവും പ്രിയങ്കരങ്ങളാണ്. ഞാനിഷ്ടപ്പെടുന്നത് രുദ്രാക്ഷം, ഭസ്മം, സിദ്ധസമാധിയിലെ ഭസ്മങ്ങളെ, ശിവൻ്റെ വിഭൂതികളെ, ഇതൊക്കെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അതെനിക്ക് വലിയ സന്തോഷമായിരുന്നു. അങ്ങനെയൊക്കെ ഭഗവാനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പലപ്പോഴും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമ്മളിലേക്ക് എത്താറുണ്ട്. കേദാർനാഥിൽ നിന്ന് ആ കിട്ടിയ കാര്യങ്ങൾ ഒരിക്കലും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യങ്ങളാണ്. ഞാൻ കേദാർനാഥിൽ പോകണ്ട, ഇവിടെ വരും. ഞാൻ മുത്തപ്പൻ്റെ അടുത്ത് പോകണ്ട, മുത്തപ്പൻ്റെ അടുത്ത് പല കാര്യങ്ങളും എൻ്റെ ഇവിടെ വന്നിട്ടുണ്ട്. കാരണം എൻ്റെ മനസ്സ് മുഴുവൻ അവിടെയാണ്. ഞാനൊരിക്കലും ഭഗവാനെ രണ്ടായിട്ട് കണ്ടിട്ടില്ല. കാശി വിശ്വനാഥിൽ ഇവിടെ ഇരുന്നുകൊണ്ട് ഭഗവാനെ വിളിച്ചാൽ മതി, അവിടുത്തെ വിഭൂതി എനിക്ക് ഇവിടെ കിട്ടും, ആളുകൾ കൊണ്ടുത്തരും. അത് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അത് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല, ഇതൊന്നും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഭഗവാന്റെ ഒരു നിശ്ചയമാണ്, ഭഗവാന്റെ ഒരു കരുണയാണ്. ഭഗവാനോട് നന്ദി പറയുന്നു, എല്ലാവരോടും നന്ദി പറയുന്നു. കാരണം ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അപ്പം ഒരാൾ എനിക്ക് വീഡിയോയിലകത്ത് ഒരു മെസ്സേജ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി, വീട് വെച്ചു, ലോൺ കിട്ടി, തൊഴിൽ കുഴപ്പമില്ലാതെ പോകുന്നു, സാമ്പത്തികം വലിയ കുഴപ്പമില്ലാതെ പോകുന്നു, ഒരുപാട് മാറ്റങ്ങളുണ്ടായി. അപ്പം അദ്ദേഹത്തിൻ്റെ കുറേ അനുഭവങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, സാർ നാഗരാജാവിനെ കുറിച്ച് കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ പറയണം എന്ന് പറഞ്ഞു.
അപ്പോൾ ഞാൻ നാഗരാജാവിനെ കുറിച്ച് ഈ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാഗരാജാവ് എന്ന് പറഞ്ഞാൽ ശിവൻ തന്നെയാണ്, എൻ്റെ അത് ഡൗട്ടൊന്നും വേണ്ട. ആരും പറഞ്ഞുതരാത്ത ഏറ്റവും വലിയ രഹസ്യങ്ങളുടെ ഇതിലേക്കാണ് ഞാൻ പോകുന്നത്. അത് എൻ്റെ ചില അനുഭവം ഉണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, അല്ല തള്ളിക്കളയാതെ നിങ്ങളുടെ ഭാഗം. എനിക്ക് പൂർണ്ണ വിശ്വാസമുള്ളത് എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. നാഗരാജാവ് എന്ന് പറഞ്ഞാൽ ശിവൻ തന്നെയാണ്. ശ്രദ്ധിച്ച് കേട്ടോണം. നാഗരാജാവിന് സത്യമുണ്ട്, സത്യമുള്ളതാണ്, ഒരു സംശയം വേണ്ട. സത്യമാണ് നാഗരാജാവ്, സത്യമുള്ള ഈശ്വരനാണ്, ശിവൻ തന്നെയാണ്. നാഗരാജാവും ശിവനും രണ്ടൊന്നുമല്ല, ശിവാംശം തന്നെയാണ്, ശിവൻ തന്നെയാണ്. അതാണ് ഏറ്റവും വലിയ രഹസ്യം. ഇനി ശിവൻ്റെ ഏറ്റവും പ്രബലമായ ചൈതന്യം നാഗരാജാവിലുണ്ട്, നാഗദേവതകളിലുണ്ട്. ഒരു സംശയം വേണ്ട കേട്ടോ. ശിവൻ്റെ അനുഗ്രഹം ഉള്ളവർക്ക് നാഗദേവതയുടെ അനുഭവം ഉണ്ടാകും. എൻ്റെ അനുഭവം ഞാൻ പറയാം. എൻ്റെ അനുഭവം പറയുന്നത് അത് ഹൃദയത്തിൽ നിന്ന് പറയുന്നേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ഇപ്പം എൻ്റെ അനുഭവം വേറൊരാൾ സ്വീകരിക്കണമെന്നോ അംഗീകരിക്കണമെന്നോ ഒന്നും ആഗ്രഹിക്കുന്ന ആളല്ല. കാരണം എൻ്റെ അനുഭവം മാത്രമാണ്. നിങ്ങൾക്ക് അനുഭവം ഉണ്ടായെങ്കിൽ നിങ്ങൾ ആ അനുഭവത്തിൻ്റെ പുറകെ പോവുക, അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ അനുഭവം ഞാൻ ഹൃദയത്തിൽ നിന്ന് പറയുന്നതേ ഉള്ളൂ. ഞാൻ ചെറിയൊരു സ്ഫടിക ശിവലിംഗം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വീട്ടിൽ മേടിച്ചു വെച്ചു. അത് എൻ്റെയിലോട്ട് കിട്ടിയ ഒരു വേറൊരാളിൽ നിന്ന് ഞാൻ മേടിച്ചത്, അതിൻ്റെ ഭംഗിയുണ്ട്. സ്ഫടിക ശിവലിംഗം ചെറുതാണ്. അപ്പോൾ അത് വീട്ടിൽ വെച്ച് രാത്രി എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ ഞാൻ രാത്രി ഇരുന്ന് ഓം നമഃ ശിവായ ജപിക്കുമായിരുന്നു. അത് കുറേ രാത്രി ഇരുന്ന് ജപിക്കും, നമുക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ. അങ്ങനെ ജപിച്ചപ്പോൾ ഏതോ ഒരു സമയത്ത് അതോടൊപ്പം ഞാൻ ശ്രീവിദ്യാ മന്ത്രവും ചൊല്ലുമായിരുന്നു. അപ്പം ഞാൻ ശ്രീവിദ്യാ മന്ത്രം ചൊല്ലുക എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സ് മുഴുവൻ ശിവനാണ്. എനിക്ക് നമ്മൾ ആ ശിവനെ പൂർണ്ണമായി സമർപ്പിച്ച് എന്ത് ചെയ്താലും അത് പരിപൂർണമാണ്. അതിന് കൂടെ ഓം നമഃ ശിവായ ഞാൻ ഒരുപാട് ചൊല്ലുമായിരുന്നു. അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ആ ഒരു സ്ഫടിക ലിംഗത്തിൽ നിന്നും, ചെറിയൊരു ശിവലിംഗം, അതിൽ നിന്നും ഒരു പ്രകാശം എൻ്റെ ശരീരത്തിലേക്ക് വന്നു, ശരീരത്തിൽ നിറഞ്ഞു. അത് ഒരു അനുഭവമായിരുന്നു, എൻ്റെ ആദ്യത്തെ ശിവാനുഭവമായിരുന്നു അത്. അന്ന് അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ ഒന്നും അറിയത്തില്ല. അതൊരു അനുഭവമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ശിവലിംഗം ഏതോ ഒരു ക്ഷേത്രത്തിലേക്ക് കൊടുക്കുകയായിരുന്നു. കാരണം ശിവലിംഗം അങ്ങനെ വീട്ടിൽ വെച്ച് നമ്മൾ ആചരിക്കരുത്, അങ്ങനെയാണ്. പക്ഷെ എനിക്കന്ന് അറിവില്ലായ്മ കൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു നിയോഗമായിരിക്കുക. അല്ലാതെ ശിവലിംഗം വീട്ടിൽ വെച്ച് അങ്ങനെ പ്രാർത്ഥിക്കാൻ വ്യവസ്ഥയില്ല കേട്ടോ. എൻ്റെ അറിവാണ് പറഞ്ഞായിരുന്നത്. അപ്പോൾ ആ സ്ഫടിക ശിവലിംഗം ഞാൻ ഏതോ ഒരു ക്ഷേത്രത്തിലേക്ക് കൊടുത്തു. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ ശിവനെ പ്രാർത്ഥിച്ചിട്ട് കിടന്നാൽ ഉടൻ മയങ്ങിയിട്ടൊന്നുമില്ല, പെട്ടെന്ന് എൻ്റെ ശരീരത്തിൽ, അപ്പം ഉറക്കമൊന്നും പിടിച്ചിട്ടില്ല, ശരീരത്തിൽ ഇങ്ങനെ എന്തോ വരിഞ്ഞു മുറുക്കുന്നു. അപ്പം ഞാൻ മനസ്സിൽ ഈ നാഗരാജാവിനെയാണ് കാണുന്നത്, ശരിക്കും വരിഞ്ഞു മുറുക്കുന്നത്. അപ്പം നമുക്ക് കാണാം അദൃശ്യമായിട്ടാണ്. എന്ന് വെച്ചാൽ ഞാൻ ഉറക്കം പിടിച്ചില്ല, ശിവനെ ധ്യാനിച്ചിട്ട് കിടന്നാൽ ഉടനെ. അപ്പം നമുക്ക് ഇത് കാണാൻ പറ്റത്തില്ല, അദൃശ്യമായിട്ടാണ്. അപ്പം ഞാൻ കണ്ണു തുറന്നോക്കിയിട്ട് കാണുന്നില്ല, പക്ഷെ വരിഞ്ഞ് മുറുക്കുകയാണ്. അപ്പം മനസ്സിൽ നാഗരാജാവിനെ കാണുന്നു. ഞാൻ ഓം നമഃ ശിവായ ജപിച്ചു. അപ്പം തന്നെ അത് ശരീരത്തിൽ നിന്ന് പോവുകയും ചെയ്തു. അത് കഴിഞ്ഞു എന്നെ കളിയാക്കിയിട്ട് എൻ്റെ ഒരു സഹോദരൻ അപ്പുറത്ത് പോയി കിടന്നു. നിനക്ക് തോന്നുന്ന അതായത് അപ്പം കിടന്നേ ഉള്ളൂ, അത് ഉറക്കം പിടിച്ചില്ല, നമുക്ക് ബോധമുണ്ട്. കിടന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റിനുള്ള കാര്യമാണ് പറയുന്നത്, ധ്യാനിച്ചിട്ട് ശിവനെ ധ്യാനിച്ചു. അത് കഴിഞ്ഞ് അവന് അതുപോലെ അനുഭവം ഉണ്ടായി. അപ്പോൾ അവനും ഓം നമഃ ശിവായ ജപിച്ചു. ഇന്ന് ഞാനും അവനും ശിവഭക്തന്മാരാണ്. മാത്രമല്ല ഇതെല്ലാവർക്കും ഈ അനുഭവമൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. ശിവനെ വിളിച്ചാൽ അങ്ങനെ നാഗരാജാവ് വരത്തൊന്നുമില്ല. അത് നമ്മൾ പൂർവ്വജന്മത്തിൽ ഭഗവാനെ തന്നെ വിളിച്ച് അല്ലെ തപസ് ചെയ്തു, അല്ലെ ഭഗവാനെ അങ്ങനെ ചെയ്തുകൊണ്ട് 1000-ൽ ഒരാൾക്കോ 10,000-ൽ ഒരാൾക്കോ 1,00,000-ൽ ഒരാൾക്കൊക്കെ സംഭവിക്കുന്ന കാര്യമാണ്. അല്ല ശിവനെ വിളിച്ചാലൊന്നും അങ്ങനെ അനുഭവം ഉണ്ടാകും നിങ്ങളാരും ചിന്തിക്കുകയോ ഭയപ്പെടുകയോ ഒന്നും ചെയ്യരുത് കേട്ടോ. അങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടാകത്തില്ല. ഇത് ഞാൻ നാഗരാജാവിനെ അന്ന് സ്മരിച്ചായിരുന്നു, അതുകൊണ്ട് വന്നതാണ് അദ്ദേഹം. അപ്പോൾ ഇത് എൻ്റെ ഒരു അനുഭവമാണ് പറയുന്നത് കേട്ടോ. കാരണം അത് നമുക്ക് ഭഗവാനായിട്ട് അതുപോലെ ബന്ധമുള്ളതുകൊണ്ടാണ്. അല്ലെ ഭഗവാനുമായിട്ട് ജന്മജന്മാന്തരങ്ങളായി ശിവൻ്റെ വിദ്യകൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ശിവനെ
ഞാൻ രണ്ടായിട്ടല്ല ഒന്നായിട്ട് തന്നെയാണ് ഭഗവാനിൽ. അങ്ങനെ പരമമായ ശിവൻ്റെ വിദ്യ ചെയ്യുന്ന എനിക്ക് അതുപോലെ പല മഹാഗുരുക്കന്മാരും ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ ചില വിദ്യകൾ ഉൾക്കണ്ണിൽ പറഞ്ഞു തരാറുണ്ട്, മന്ത്രങ്ങൾ, അങ്ങനെയുള്ള അനുഭവം. അതൊന്നും നമുക്ക് സാധാരണ വ്യക്തികൾ അതൊന്നും ചിന്തിക്കുവാൻ വേണ്ട. അല്ല ശിവനെ വിളിച്ചാൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകും, ഒന്നുമില്ല. ആ കാര്യം നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട, ഒന്നും വേണ്ട കേട്ടോ. അതൊക്കെ ലക്ഷത്തിലൊരാൾക്ക് ഭഗവാന്റെ അനുഗ്രഹം ഭഗവാൻ നിശ്ചയിക്കുന്ന ഒരാൾക്ക് മാത്രം ഉണ്ടാകുന്നതാണ്. അല്ലെങ്കിൽ എത്രയോ ജന്മങ്ങളെടുത്ത് ശിവനെ അറിഞ്ഞവർക്ക് മാത്രം ഉണ്ടാകുന്ന അനുഭവമാണ്. അല്ലാതെ അങ്ങനെയൊന്നും ചിലർ ചോദിക്കാറുണ്ട് ശിവനെ വിളിച്ചാൽ പാമ്പിനെ കാണുമോ? ഒരിക്കലുമില്ല. അത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കാണുമെന്ന് വിചാരിച്ചാൽ കാണുമെന്നല്ലാതെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. അതൊക്കെ ഉറപ്പായിട്ടും പറയുന്നു. ഭഗവാനെ വിളിച്ചാൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല, ഉറപ്പിച്ച് പറയുന്നു. ഇത് ഞാനങ്ങനെ ചിന്തിച്ചു, നാഗരാജാവിനെ ഞാൻ ചിന്തിച്ചായിരുന്നു. അതുകൊണ്ട് ഞാനും ആ ഭഗവാനുമായിട്ടുള്ള മനസ്സിൻ്റെ ആ ഒരു ജന്മാന്തരങ്ങളായിട്ടുള്ള എത്രയോ ജന്മങ്ങളായിട്ടുള്ള ഭഗവാനുമായിട്ടുള്ള ആ ഒരു സമർപ്പണം കൊണ്ടാണ്. അത് ലക്ഷത്തിൽ ഒരാൾക്ക് ചിലപ്പോൾ സംഭവിക്കത്തുള്ളൂ. അല്ലാതെ ശിവനെ വിളിച്ച പാമ്പിനെ കാണുമോ അങ്ങനെ ഒന്നും പേടി. പാമ്പെന്ന് പറഞ്ഞാൽ ഒറിജിനലായിട്ടല്ല വന്ന് അദൃശ്യമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടതാണ്, ചുറ്റി വരയുന്നത്. അപ്പോൾ ആ ചിത്രം എൻ്റെ മനസ്സിൽ എൻ്റെ മനസ്സിൽ മനസ്സിൽ തെളിഞ്ഞു. അപ്പോഴാണ് ഞാൻ ഓം നമഃ ശിവായ ജപിച്ചു. അങ്ങനെ അന്ന് മുതൽ ഒറ്റ പ്രാവശ്യം അനുഭവം ഉണ്ടായിട്ടുള്ളൂ. നേരിട്ട് പാമ്പ് വന്നതല്ല, നാഗരാജാവ് അദൃശ്യ രൂപത്തിലായിരുന്നു എന്ന് വെച്ചാൽ. പക്ഷെ എന്നെ വരിഞ്ഞു മുറിഞ്ഞപ്പോഴേ എനിക്ക് അത് അനുഭവിക്കാൻ സാധിച്ചു. അപ്പോൾ ഞാൻ മനസ്സിൽ എൻ്റെ ആ മനസ്സിൽ ഞാൻ കണ്ട ആ രൂപം അത് വെച്ചാണ് പറയുന്നത്. ആ ഒരു അനുഭവം ഒറ്റ പ്രാവശ്യം ഉണ്ടായിട്ടുള്ളൂ. അന്ന് മുതലാണ് എൻ്റെ ആത്മീയത ആരംഭിക്കുന്നത്. അന്ന് മുതലാണ് ഞാൻ ശിവനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുന്നത്. അന്ന് മുതലാണ് ശിവനെക്കുറിച്ച് ഞാൻ അറിയാൻ തുടങ്ങുന്നത്. അന്ന് മുതലാണ് സിദ്ധവിദ്യകൾ, ശിവവിദ്യകൾ എന്നിലേക്ക് വരാൻ തുടങ്ങിയതും ഞാൻ പറയാൻ തുടങ്ങിയതും. മഹാഗുരുക്കന്മാർ ഞാൻ ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ എനിക്ക് പല വിദ്യകളും തരുന്നതും പല മന്ത്രങ്ങളും. ഞാൻ ഇങ്ങനെ ധ്യാനത്തിൽ ഇരുന്നപ്പോഴാണ് എനിക്ക് ശ്രീരാമ ജയരാമ ജയ ജയരാമ എന്ന മന്ത്രത്തിൻ്റെ രഹസ്യം പറഞ്ഞു തരുന്നത്. ഏതോ ഒരു മഹാഗുരുവാണ്. അത് സാധാരണ ഒരു മന്ത്രമല്ല. ശ്രീരാമ ജയരാമ ജയ ജയരാമ അതൊരു സിദ്ധന്മാർ ഉപയോഗിക്കുന്ന മന്ത്രമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള വിദ്യകളൊക്കെ എനിക്ക് നേരിട്ട് ഡയറക്റ്റ് ആ ഭഗവാനിൽ നിന്ന് വന്ന കാര്യങ്ങളാണ്. അല്ലാതെ അതുകൊണ്ടാണ് പറയുന്നത് ഇത് വേറെ ആരും ഞാൻ പറഞ്ഞു തരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. അപ്പോൾ അങ്ങനെ ഭഗവാനെ അതുപോലെ തന്നെ കോട്ടയം തിരുനക്കര ക്ഷേത്രത്തിൽ ഇരുന്നപ്പോൾ ശിവനെ ധ്യാനിച്ചപ്പോൾ ആ ഭഗവാന്റെ തന്നെ അനുഭവം എനിക്ക് ഉണ്ടായി. അവിടെ നിന്നാണ് എനിക്ക് മനസ്സിൽ ഭഗവാൻ എനിക്ക് കാണിച്ചു തന്നു ഒരു അരുളപ്പാടുടെ മനസ്സിൽ നൽകി. നേരെ ഓച്ചിറ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഓച്ചിറ ചെന്ന് ഓച്ചിറ ഉണ്ടിക്കാവി ഇരുന്നപ്പോഴും ആ ശിവാനുഭവം എനിക്ക് ഉണ്ടായി. പോകുന്നതിൻ്റെ കുറച്ച് ദിവസം മുമ്പ് ഞാൻ സ്വപ്നാവസ്ഥയിൽ കണ്ട കാര്യം ഞാൻ ഉണ്ടിക്കാവി നേരിട്ട് കാണുകയും ചെയ്തു. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായത് സാധാരണ ഒരാൾക്ക് അങ്ങനെ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കരുത്. എൻ്റെ അനുഭവം ഞാൻ പറയുന്നത് അത് ഭഗവാനുമായിട്ടുള്ള ആ ഒരു ബന്ധം. എൻ്റെ ഓരോ ശ്വാസത്തിലും ഭഗവാനെ ജപിക്കുന്നത്. വെറുതെ ഇരിക്കുമ്പോഴെല്ലാം ഭഗവാനെ ജപിച്ചുകൊണ്ടായിരിക്കുന്നത്. അപ്പോൾ അതൊരു സാധാരണ ഒരു ആളുടെ ജീവിതത്തിലേക്ക് വരുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് നിങ്ങൾ ആ രീതിയിൽ ചിന്തിക്കരുത്. ഞാൻ എൻ്റെ അനുഭവം പറയുന്നേ ഉള്ളൂ. എന്തിനാണ് നാഗരാജാവിനെ കുറിച്ച് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നാഗരാജാവിനെ അറിയണേ ശിവനെ അറിയണം. ശിവനെ അറിയുമ്പോഴാണ് നാഗരാജാവിനെ അറിയാൻ പറ്റത്തുള്ളൂ. അതിനുവേണ്ടിയാണ്. അപ്പം ശിവാംശം തന്നെയാണ്, ശിവൻ തന്നെയാണ് നാഗരാജാവ്, സംശയമൊന്നും വേണ്ട. അപ്പം നാഗരാജാവിൻ്റെ അനുഗ്രഹം വേണം ശരിയായിട്ടുള്ള ശിവവിദ്യ, ആത്മവിദ്യ, യോഗവിദ്യ ഇതൊക്കെ കിട്ടാൻ. അപ്പോൾ നാഗരാജാവ് എൻ്റെ ഗുരു തന്നെയാണ്. അന്ന് മുതലാണ് എനിക്ക് ആത്മീയത ഉണ്ടാകുന്നത്. ഭഗവാൻ പരമശിവൻ പരമഗുരു, പിന്നെ നാഗരാജാവാണ് ഗുരു. അങ്ങനെ കിട്ടിയ വിദ്യയാണ് ഞാൻ ഈ ചെയ്യുന്നത്. നിങ്ങൾക്ക് പലതും പറഞ്ഞു തരുന്നതല്ല. അപ്പോൾ ഇത് നാഗരാജാവിൻ്റെ അനുഗ്രഹം ആത്മീയ ഉന്നതിക്ക്, കുണ്ടലിനി ശക്തി, ആത്മബോധം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. അത് വേണം. നമുക്ക് ശരിയായ ആത്മവിദ്യ കിട്ടണമെങ്കിൽ നാഗരാജാവിൻ്റെ അനുഗ്രഹം കൂടെ വേണം എന്നുള്ളതാണ് ഒന്ന്. നാഗരാജാവിൻ്റെ പ്രസക്തിയാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നാഗരാജാവ് ശിവാംശം തന്നെയാണ്, ശിവൻ തന്നെയാണ്. ഇനി മൂന്നാമത് പറഞ്ഞു തരാൻ പോകുന്ന കാര്യം, നാഗരാജാവ് ഒരു കാര്യം ശിവനോട് അപേക്ഷിച്ചാൽ അത് തള്ളത്തില്ല. എത്ര വലിയ കാര്യമാണെന്ന് പറഞ്ഞാലും ശിവഭഗവാൻ തള്ളിക്കളയത്തില്ല. മൂന്നാമത്തെ രഹസ്യം മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള ഏറ്റവും വലിയൊരു കാര്യം, നിങ്ങളൊരു വീട്ടിൽ ഇരുന്നുകൊണ്ട് ഈ സന്ധ്യാസമയം കഴിഞ്ഞാൽ നാഗരാജാവിനെ വിളിക്കരുത്. എൻ്റെ അഭിപ്രായം പറഞ്ഞത് രാവിലെ വിളിക്കാം, കേട്ടല്ലോ. പിന്നെ നിങ്ങൾ പൂർണ്ണമായിട്ടും നാഗരാജാവിനെ മനസ്സിൽ എപ്പോഴും സങ്കല്പിക്കുകയാണെങ്കിൽ അത് ഒരു രൂപത്തിൽ പാമ്പിൻ്റെ ഒരു അനുഭവം ഉണ്ടാകും. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല. നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി വിളിക്കുക. വീട്ടിൽ നിന്ന് വിളിച്ചാലും പെട്ടെന്ന് വിളിക്കുക, മറക്കുക. നമ്മളത് നാഗരാജാവെന്നല്ല, ഏതൊരു രൂപം മനസ്സിൽ നിരന്തരം കൊണ്ടു നടന്നാലും അത് നമ്മളിലേക്ക് പ്രപഞ്ചത്തിൽ നിന്ന് അട്രാക്റ്റ് ചെയ്യും. അത് നിങ്ങളുടെ
നിങ്ങൾ മനസ്സിലാക്കിയതിൻ്റെ നിങ്ങൾ ചെയ്യുന്നതിൻ്റെ കുഴപ്പമാണ്, അല്ലാതെ അതിൻ്റെ കുഴപ്പമല്ല. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് രാവിലെ വിളിക്കുകയാണെങ്കിലും ജസ്റ്റ് വിളിക്കാൻ മറക്കുക. കൂടുതൽ ക്ഷേത്രത്തിൽ പോയിട്ട് വേണം നാഗരാജാവിനെ വിളിക്കാൻ. എൻ്റെ ഒരു അഭിപ്രായം പറയുന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കുക, അല്ലെ തള്ളിക്കളയാം. എൻ്റെ അനുഭവമാണ് പറയുന്നത്. എനിക്ക് നേരിട്ട് ശിവാനുഭവം ഉണ്ടായത്, നാഗരാജാവിൻ്റെ അനുഭവം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. അപ്പം പിന്നെ സന്ധ്യാസമയം കഴിഞ്ഞാൽ നാഗരാജാവിനെ, നാഗദേവതകളെ വിളിക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കുക, അല്ലെ തള്ളിക്കളയാം കേട്ടോ. എൻ്റെ അഭിപ്രായം മാത്രമാണ്. അപ്പോൾ മൂന്നാമത്തെ രഹസ്യം ഞാൻ പറഞ്ഞു. നാഗരാജാവ് ഒരു കാര്യം ശിവനോട് ഉണർത്തിച്ചാൽ ആ കാര്യം നടന്നിരിക്കും. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പം നാഗരാജാവ്, ശിവക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ ശിവനെ തൊഴുന്നതിന് മുമ്പ് നാഗരാജാവിനോട് നിങ്ങൾക്ക് വേണ്ട കാര്യം ഒന്ന് പറയുക, പ്രാർത്ഥിക്കുക. നന്ദീശ്വരനോടും പ്രാർത്ഥിക്കുക. എന്നിട്ട് ശിവനോട് കാണുക. നാഗരാജാവും നന്ദീശ്വരനും ഒരു കാര്യം ശിവൻ്റെ മുന്നിൽ അവതരിപ്പിച്ചാൽ ആ കാര്യം തള്ളിക്കളയത്തില്ല. പരമമായ രഹസ്യമാണ്. ഇനിയും നാഗരാജാവിന് സത്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. നാഗരാജാവ് സത്യത്തിന് മാത്രമേ നാഗരാജാവ് കൂടെ നിൽക്കത്തുള്ളൂ. പിന്നെ നാഗരാജാവ് ചിട്ട, വ്യവസ്ഥ ഇതൊക്കെ ഉള്ളതാണ്. ചിട്ടകൾ, നിഷ്ഠകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി പാലിച്ചിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ ഈ പഴയ വീടുകളിലൊക്കെ വെച്ചാരാധനയൊക്കെ ഉണ്ട്. അത്തരം കാര്യങ്ങൾ പറ്റാത്തവർ അതിൻ്റെ പുറകെ പോകരുത്. പറഞ്ഞു മനസ്സിലായി. ഐശ്വര്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് ജീവിതം മുഴുവൻ പാലിക്കാൻ പറ്റണം. കാരണം നാഗദേവതകളുടെ നിഷ്ഠ വളരെ ഉള്ളതാണ്. അവർ കോംപ്രമൈസ് ചെയ്യത്തില്ല. അവർ പരമാവധി ക്ഷമിക്കും. അത് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്കത് നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റെ റിയാക്ഷൻസ് ഉണ്ടാകും. അപ്പോഴെന്ത് ചെയ്താലും പെട്ടെന്ന് അവർ കോംപ്രമൈസ് ചെയ്യത്തില്ല. പിന്നെ നാഗരാജാവിന് അന്തിമ വാക്ക് ശിവഭഗവാനാണ്. ശിവഭഗവാൻ അവിടെ നിന്ന് എന്ത് പറഞ്ഞാലും അവിടെ നാഗരാജാവ് അനുസരിക്കും. അന്തിമം ശിവനാണ്. ശിവനെ പിടിക്കാന്നുള്ളൂ. പിന്നെ ശിവൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ പെട്ടെന്ന് അങ്ങ് അല്ല. ഭഗവാൻ ഒരു സത്യം പാലിക്കുന്നവരാണ് ഭഗവാൻ എപ്പോഴും. അപ്പം നാഗരാജാവിന് ഏറ്റവും പ്രീതി ഉണ്ടാകാൻ ചെയ്യാവുന്ന കാര്യം, നാഗരാജാവിന് നാഗയെ ക്ഷമിക്കും. പാലഭിഷേകം, കരിക്കഭിഷേകം, പനനീരഭിഷേകം. നാഗങ്ങൾ അഭിഷേകപ്രിയരാണ്. അഭിഷേകം വലിയ ഇഷ്ടമാണ്. അതുപോലെ നാഗദേവതകൾ പുള്ളുവൻ പാട്ടും വളരെ ഇഷ്ടമാണ്. ഗാനപ്രിയരാണ്. തന്ത്രം എന്ന് വെച്ചാൽ മന്ത്രാദികളെപ്പോലെ തന്നെ നാഗദേവതകൾക്ക് പ്രിയങ്കരമാണ് പുള്ളുവൻ പാട്ട്. പിന്നെ നാഗദേവതകൾ സത്യം പാലിക്കുന്നവരെ വളരെ പെട്ടെന്ന് അനുഗ്രഹിക്കും. അവർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. അത് ഞാൻ എൻ്റെ തന്നെ ഒരു ഫോളോവറുടെ അല്ലെ കസ്റ്റമറുടെ ഞാൻ തന്നെ വഴിപാട് പറഞ്ഞു കൊടുത്ത് മണ്ണാറശാലയെ വഴിപാട് ചെയ്ത് ഒരു ഗതിയുമില്ലാതെ കിടന്ന് ഇപ്പോൾ 2 വീട്, വാഹനം, വലിയ സമ്പത്തായിട്ട് ജീവിക്കുന്ന ഒരാളുടെ അനുഭവം ഇന്നാൾ വീഡിയോ പറഞ്ഞിരുന്നു. അപ്പോൾ ആ പുള്ളിയുടെ ഒരു അനുഭവം ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് സൂചിപ്പിക്കാം. അപ്പോൾ നാഗരാജാവിൻ്റെ സത്യം നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് കൊറോണ സമയത്ത് ഞാനീ പറഞ്ഞ മനുഷ്യൻ ഞാൻ തന്നെ പറഞ്ഞിട്ടാണ് മണ്ണാറശാലയിൽ പോയി വഴിപാട് ചെയ്ത് സാമ്പത്തികം 2 വീടുണ്ട്, ഇപ്പോൾ വാഹനമുണ്ട്, വളരെ സാമ്പത്തികമുണ്ട്, ഏറ്റവും കൂടുതൽ തിരക്കുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം വലിയ ബുദ്ധിമുട്ട്, വലിയ തകർന്ന് തരിപ്പണമായി നാട് വരെ വിട്ടുപോയ മനുഷ്യനാണ്. അപ്പം ഞാനാണ് നാഗരാജാവിന് പറഞ്ഞു കൊടുത്തത് മണ്ണാറശാലയിൽ പോയി ചെയ്യാം. അപ്പോൾ ഇത് അദ്ദേഹം കൊറോണ സമയത്ത് അദ്ദേഹം ഇപ്പം മണ്ണാറശാലയെ മിക്കവാറും മാസത്തിലൊരു ദിവസം പോയി, ആയില്യം ദിവസം പോയി വഴിപാട് തൊഴുവായിരുന്നു. അപ്പം അദ്ദേഹം ഇങ്ങനെ പോയി, അദ്ദേഹത്തിന് ഒരുപാട് സാമ്പത്തികം വന്നു, കാര്യങ്ങൾ വന്നു. നമ്മൾ നാഗരാജാവിനെയൊക്കെ എപ്പോഴും ക്ഷേത്രത്തിൽ പോയി വേണം വിളിക്കാൻ കേട്ടോ. വീടുകളിലല്ല. അത് ക്ഷേത്രത്തിലാണ് ശരിക്കും നല്ലത്. വീട്ടിൽ നമുക്ക് രാവിലെ വേണമെങ്കിൽ ഒന്ന് സ്മരിക്കാം, പിന്നെ അങ്ങ് മറന്നേക്കണം. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു കേട്ടോ. ഇഷ്ടമുണ്ട് സ്വീകരിക്കാതെ തള്ളികളെ. കാരണം അവർക്ക് എപ്പോഴും ചിട്ടവട്ടങ്ങൾ നിഷ്ഠയുള്ളവരാണ്. അതുകൊണ്ടാണ്. ക്ഷേത്രത്തിലാകുമ്പോൾ അത് പ്രശ്നമല്ല. അപ്പം ഇദ്ദേഹം കൊറോണ സമയത്ത് ഇദ്ദേഹത്തിന് 1 വർഷത്തിന് മേൽ ക്ഷേത്രത്തിൽ പോയില്ല. അപ്പോഴത്തേനും ഒരു പ്രശ്നമല്ല. കൊറോണ എല്ലാം കഴിഞ്ഞു ഇദ്ദേഹത്തിന് വണ്ടിയെല്ലാം ഓടാൻ തുടങ്ങി. അപ്പോഴും ഇദ്ദേഹം ഇച്ചിരി മടി വിചാരിച്ചു. കാരണം ഇദ്ദേഹത്തിന് സാമ്പത്തികമല്ല ആയി, ഇനിയിപ്പോൾ എന്നാ പോകാനാണ്. അപ്പോൾ ഒരു ദിവസം ഇദ്ദേഹം വണ്ടിയുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ് നാഗരാജ. ആ പാമ്പ് ആ രൂപത്തിലാണ് വന്നത്. അതായത് സർപ്പം എന്നുള്ള രൂപത്തിലല്ല, ഒരു പാമ്പ് ഇങ്ങനെ
ആ വണ്ടിയുടെ ഫ്രണ്ടിൽ നിൽക്കുക. അപ്പോൾ പുള്ളിക്ക് കാര്യം മനസ്സിലായി. പുള്ളി അവിടെ പോകുന്നുള്ളതുകൊണ്ടും വിശ്വാസം ഉള്ളതുകൊണ്ടും പുള്ളി പറഞ്ഞ് ഞാൻ വന്നേക്കാം, തെറ്റുപറ്റിപ്പോയി, ക്ഷമിക്കണം വന്നപ്പോൾ അതങ്ങ് കഴിഞ്ഞ് പോയി. റോഡിൽ വെച്ചാൽ പുള്ളി ഒരിടത്ത് വണ്ടിയെ പോയപ്പോൾ ഓട്ടം പോയപ്പോൾ അപ്പോൾ പുള്ളി പിന്നെ തൊട്ട് പോകാൻ തുടങ്ങി. അപ്പോൾ അവിടെ അദ്ദേഹം ആ അനുഭവം എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, കൊറോണ സമയത്ത് അവർ ശല്യം ചെയ്തില്ല. കാരണം കൊറോണ സമയത്ത് ബുദ്ധിമുട്ടാണ്, നടക്കത്തില്ല. കൊറോണ കഴിഞ്ഞ് വണ്ടി ഓട്ടം തുടങ്ങി എല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെയും മടി കൊണ്ട് പോകാതിരുന്നപ്പോൾ ഓർപ്പിക്കാൻ വേണ്ടി വന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് നാഗരാജാവ് സത്യമുള്ളതാണ്. അല്ലെ കൊറോണ സമയത്ത് ശല്യം ചെയ്യത്തില്ല. കാരണം കൊറോണ സമയത്ത് ബുദ്ധിമുട്ടാണെന്നറിയാം. സത്യമുള്ള ദേവതയാണ് നാഗരാജാവ്. അതുപോലെ മണ്ണാറശാലി എൻ്റെ വീഡിയോ കണ്ട് വഴിപാട് ചെയ്ത ഒരാളുടെ അനുഭവം ഇവിടെ വന്ന് പുള്ളി എന്നോട് പറഞ്ഞു. അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. എന്നാലും പുതിയതായിട്ട് കാണുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അതൊരു നല്ല ഒരു അനുഭവമാണ്. അതുകൂടെ ഞാൻ പറഞ്ഞുതരാം. നാഗരാജാവിനെ കുറിച്ച് അറിയുമ്പോൾ ഇതൊക്കെ അറിയണം. മണ്ണാറശാലയിൽ പോയി അദ്ദേഹം വഴിപാടൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നിലവറ പായസം ചെയ്യാൻ നിലവറ പായസം പുള്ളിയുടെ പൈസ കുറവായിരുന്നു. അപ്പോൾ പുള്ളിക്ക് അവസാനം നിലവറയുടെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ തോന്നി നിലവറ പായസം കൂടെ ചെയ്തേക്കാം. അത് ചെയ്ത് കഴിഞ്ഞ് നിലവറ പായസം ചെയ്യണമെന്ന് തോന്നി, പക്ഷേ പൈസ ഇല്ലായിരുന്നു. അപ്പം പുള്ളി ആ ഒരു ആഗ്രഹം മനസ്സിൽ കിടക്കുക. പുള്ളി അവിടെ നിന്ന് വണ്ടിയെ കയറി വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ആ ബസ്സിൽ വെച്ച് തന്നെ ഫ്രണ്ടിൽ ഇരുന്ന ഒരു ലേഡിയുടെ ഒരു ബാഗിൽ നിന്ന് കുറേ നിലവറ പായസം ഡപ്പി ഈ ബസ്സിലോട്ട് ഇങ്ങനെ ഉരുണ്ടുകൊണ്ട് വന്നു. അപ്പോൾ അതിൽ അവർ അത് എല്ലാവരും കൂടെ പെറുക്കി അത് ബാഗിനകത്തിട്ട് കൊടുത്തു. അപ്പോൾ അവർ ഇങ്ങനെ പറയുന്നുണ്ടെന്ന് പുള്ളി പറഞ്ഞു. പക്ഷേ ഇത് ഞാൻ അടച്ചതാണല്ലോ, പിന്നെ ഇങ്ങനെ ഇതെല്ലാം താഴെ പോയത് ഈ ബാഗിനകത്തു ഒക്കെ അവർ പറയുന്നുണ്ടെന്ന് പുള്ളി പറയുന്നു. കുറേ അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ കാലിൽ ഇങ്ങനെ മുട്ടുന്നു ഒരു നിലവറ പായസത്തിൻ്റെ ഡപ്പി. പുള്ളി അപ്പം ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു, ഇത് പുള്ളിക്ക് നിലവറ പായസം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പൈസ ഇല്ലാഞ്ഞുകൊണ്ട് ചെയ്യാൻ. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് അതിങ്ങനെ നാഗരാജാവിനോട് പുള്ളി പറഞ്ഞായിരുന്നു. അപ്പോൾ ഇത് പുള്ളിക്ക് വിധിച്ചതാണെങ്കിൽ, നാഗരാജാവ് തരുന്നതാണെങ്കിൽ, ഈ വണ്ടി പോകുന്ന ഈ യാത്രയിൽ എവിടെയെങ്കിലും എനിക്ക് ആ ഒരു സൂചന കാണിച്ചു തരണം. പിന്നെ അവിടെ നിന്ന് എനിക്ക് സൂചന കാണിച്ചു തന്നാലേ ഞാനിത് എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ വണ്ടി പോകുമ്പോൾ പുള്ളി അത് പറഞ്ഞു തീർന്നു കഴിഞ്ഞപ്പം ഒരു മതിലിൻ്റെ സൈഡിലുള്ള മരത്തലോ ഏതാണ്ട് ഒരു പാമ്പിനെ കണ്ടു. ഉടനെ പുള്ളി അതെടുത്തു. പുള്ളിയുടെ അനുഭവമാണ്. പുള്ളിക്ക് പിന്നെ നിലവറ പായസം പോയി ചെയ്തു, വലിയ സാമ്പത്തിക വീഴ്ച ഉണ്ടായെന്നൊക്കെ പുള്ളി ഇവിടെ വന്ന് എന്നോട് പറഞ്ഞു. ഇവിടെ വന്നിരുന്ന് ഭഗവാന്റെ മുന്നിൽ ഇരുന്ന് പറഞ്ഞ കാര്യം പറഞ്ഞു. അപ്പോൾ ഇത് ഒരുപാട് ആളുകളുടെ അനുഭവമുണ്ട്. അപ്പോൾ ഇത് നാഗരാജാവിനെ അറിയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിയണം. പിന്നെ നാഗരാജാവിന് നിലവറ പായസം വളരെ പ്രിയങ്കരമാണ്. ഉണ്ണിയപ്പ നിവേദ്യം നാഗരാജാവിന് ചെയ്യുമ്പോൾ നാഗക്ഷേമയിൽ കൂടെ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉയർച്ചകൾ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. പിന്നെ മാല, നാഗരാജാവിന് ഈ മാല, കവിങ്ങൻ പൂക്കുല മാലയൊക്കെ ഉണ്ടല്ലോ, അത് ദാമ്പത്യ ഐക്യവും വിവാഹം നടക്കാത്തവർക്കൊക്കെ നല്ലതാണ്. പനനീരഭിഷേകം ചെയ്താൽ ദാമ്പത്യ ഐക്യം ഉണ്ടാകാൻ നല്ലതാണ്. പാലഭിഷേകം ചെയ്യാൻ ധനം ഉണ്ടാകാൻ നല്ലതാണ്. നാഗരാജാവിന് ചെയ്യുമ്പോൾ സാധിക്കുമെങ്കിൽ നാഗക്ഷേമയിൽ കൂടെ ചെയ്യാം. പിന്നെ പിടിപ്പണം സമർപ്പിച്ചാൽ ധനം ഉണ്ടാകാൻ നല്ലതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ലതാണ്. നിലവറ പായസം ഏറ്റവും ഇഷ്ടമാണ്. പിന്നെ നൂറും പാലും ഇഷ്ടമുള്ള വഴിപാടാണ്. ഈ നാഗദേവത നാഗക്ഷേത്രത്തിൽ പൂജിക്കുന്നവരാണെങ്കിൽ പോലും ചിലപ്പം അങ്ങനെ ഒരു നാഗത്തിൻ്റെ ഒരു അനുഭവം ഉണ്ടാകാത്തവർ വിചാരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടോ, ഇതൊക്കെ സത്യമാണോ എന്തെങ്കിലുമൊക്കെ വിചാരിക്കാം. ഞാൻ സത്യമായിട്ട് പറയുന്നു, എൻ്റെ ആത്മീയതയുടെ തുടക്കം ആ നാഗരാജാവ് തന്നെയാണ്. എൻ്റെ ശിവൻ കഴിഞ്ഞ രണ്ടാമത്തെ ഗുരു. ഈ അടുത്ത ഇടയ്ക്ക് ഒരു കാവിൽ ഞാൻ പോയായിരുന്നു. അപ്പോൾ ഈ ഞാനങ്ങനെ കാവിലൊന്നും പോകാറില്ല, പക്ഷെ അന്ന് അവിടെ പോകേണ്ടി വന്നു. ഒരു ഭയങ്കര അനുഭവമായിരുന്നു. അവിടെ നിന്നപ്പോൾ എനിക്ക് ശിവൻ്റെ പരമായ അനുഭൂതി ഉണ്ടായി. അതും അതിപ്രാചീനമായൊരു കാവ്. അതിൻ്റെ ഈ ഭൂമിക്കടിയിലേക്കാണ് അതിൻ്റെ ഈ സംഭവങ്ങളെല്ലാം പോയിരിക്കുന്നത്. വർഷങ്ങളായിട്ടുള്ളൊരു കാവാണ്. എനിക്ക് വലിയൊരു സന്തോഷം, അവിടെ വന്നപ്പോൾ വലിയൊരു ഭഗവാന്റെ ഒരു അനുഭവം ഉണ്ടായി. അപ്പോൾ അതൊക്കെ ഒരു ദൈവാനുഗ്രഹമായിട്ട് കാണുന്നു. ആ പൂജ മുഴുവൻ ഞാനവിടെ പങ്കെടുത്തു. അപ്പോഴേ ഞാൻ വിചാരിച്ചു ഈ പൂജ ചെയ്യുന്ന സമയത്ത് എന്നെ ആരും വിളിച്ച് ശല്യം ചെയ്യരുത് എന്ന് അവിടെ നിന്നുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു. അത്രയും നേരം ആരും എന്ന് വെച്ചാൽ എന്നെ വീട്ടിൽ നിന്ന് മാത്രമേ വിളിക്കത്തുള്ളൂ. മറ്റേ ഫോൺ കോളുകളൊന്നും വിളിച്ചാലും എടുക്കാറുണ്ട്. ഒരാവശ്യത്തിന് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം, അല്ലാതെ ഉള്ള കോളുകളൊന്നും വരരുത്. പൂജ കഴിയുന്നതിന് വരെ ആരുടെയും ഒരു കോളും വന്നില്ല. ഭയങ്കര അതിശയമായി. അപ്പോൾ
അവിടുത്തെ പ്രസാദം കഴിച്ചു. അതൊക്കെ വലിയൊരു അനുഭവമായിരുന്നു. അപ്പം ഇങ്ങനെ അതുപോലെ തന്നെ ചിലർ എന്നെ കാണാൻ പണ്ട്, ഇപ്പം നേരിട്ടില്ല കൗൺസിലർ, ഒരു ദിവസം വൈകിട്ട് തന്നെ കിടന്നു കഴിഞ്ഞ സ്വപ്നത്തിൽ ഒരു കാവ് കണ്ട്. കാവിൽ ഈ പാമ്പുകൾ ഇങ്ങനെ ഇഴയുക. എന്നിട്ട് ഒരു അരുളപ്പാടാണ്, ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടരുത് എന്നൊരു അരുളപ്പാടുണ്ടായി. പിറ്റേ ദിവസം രാവിലെ എന്നെ കാണാൻ ഒരാൾ വന്നു. അപ്പോൾ അതിൽ കാവുമായിട്ട് ബന്ധപ്പെട്ട ഏതോ കാര്യമാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ഞാൻ അതിൻ്റെ അകത്ത് ഇടപെടത്തില്ല. നിങ്ങൾ അത് വേണ്ട രീതിയിൽ ആലോചിച്ച് നിങ്ങൾക്ക് മറ്റ് ആരോടെങ്കിലുമൊക്കെ ആലോചിച്ച് ചെയ്യുക. അപ്പം എനിക്ക് സ്വപ്നദർശനം തന്ന കാര്യം, ഈ വന്ന ആൾക്ക് നീതിയില്ല, അവരോട് അതുപോലെ ദ്രോഹം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഉപായങ്ങളൊന്നും പറഞ്ഞു കൊടുക്കരുത്. കാരണം അയാളുടെ ഭാഗത്ത് തെറ്റുണ്ട്. ഞാനപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും അറിയത്തില്ല എന്ന് ഞാൻ പറഞ്ഞു വിട്ടു. അപ്പോൾ ഇത് നാഗദേവതകൾക്ക് പ്രീതി വരണമെങ്കിൽ നാഗദേവതയുടെ തന്നെ അനുഗ്രഹം വേണം. അല്ല അവർ പെട്ടെന്ന് കോംപ്രമൈസ് ചെയ്യത്തില്ല. അതിനകത്തൊരു സംശയം വേണ്ട. വർഷങ്ങളായിട്ട് ഇപ്പം നാഗദേവതകളുടെ പൂജ മുടക്കുന്നവരെ കാവുള്ളൂ, പെട്ടെന്ന് ഒരു ദിവസം പൂജ ചെയ്താൽ ഒരു പൂജ ഉണ്ടോയെന്ന് അവർ കോംപ്രമൈസ് ചെയ്യത്തില്ല. അവർക്കൊരു കണക്കുണ്ട്, ആ കണക്കിലേ അവർ കോംപ്രമൈസ് ചെയ്യത്തുള്ളൂ. പിന്നെ എനിക്ക് എൻ്റെ അമ്മ വീടിൻ്റെ അടുത്ത് ഒരു വലിയ കാവുണ്ട്. അപ്പം ഞാനതൊരു മുമ്പ് ആ കാവി നോക്കാറുണ്ട്. നമുക്കറിയാമല്ലോ, നമുക്ക് ആ ഭഗവാനുമായിട്ട് അടുത്ത് നിൽക്കുന്നതുകൊണ്ട്. അപ്പം ഞാൻ എവിടെ നാഗദേവതകളെ എൻ്റെ രണ്ടാമത്തെ ഗുരു ഒരു നാഗരാജാവ് തന്നെയാണ്. അപ്പോൾ എനിക്കെപ്പോഴും ആ ഭക്തിയും ഒക്കെ ഉണ്ട്. നമ്മളൊരു സാധാരണക്കാരാണ്. പിന്നെ നമുക്ക് ഭഗവാനോടുള്ള ആ ഒരു സമർപ്പണമേ ഉള്ളൂ, ബാക്കിയൊന്നുമില്ല. നമ്മളൊരു ഭഗവാനിൽ സമർപ്പിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ ആ കാവുള്ള ആ വീട്ടിലെ അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ പഠിച്ചു വലിയ നിലയിലായി. വലിയ നിലയിൽ പറഞ്ഞാൽ നല്ല ടോപ്പിൽ വന്നു. അപ്പം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ കാവൊക്കെ നല്ല രീതിയിൽ ആചരിക്കുന്ന അവിടുത്തെ കുട്ടികളൊക്കെ വലിയ പൊസിഷനിൽ വരും. മിക്കവാറും വലിയ ജോലികളിൽ വലിയ ഉയർന്ന നിലയിൽ വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവരുടെ ഒരു അനുഗ്രഹമാണ്. പക്ഷേ അത് മിക്കവാറും ചിലർക്കതറിയാം. ചിലർ വിചാരിച്ചിരിക്കുന്നത് അവരുടെ കഴിവോ സാമർഥ്യമോ ബുദ്ധിയോ ഇൻ്റലിജൻസോ ഒക്കെ ആണെന്നാണ്. ശരി, അങ്ങനെ ഇരിക്കട്ടെ, അത് അവർക്ക് അറിവില്ലായ്മ കൊണ്ടാണ്. പക്ഷെ ചിലർക്കറിയാം നാഗദേവതയുടെ അനുഗ്രഹമാണ്. അപ്പോൾ ആ കാവിൽ ഉള്ള ആ വീട്ടിലെ ആ മക്കളും വലിയ നിലയിൽ സാമാന്യം നല്ല നിലയിൽ വന്നു. പക്ഷെ ഇപ്പോൾ അവർക്ക് ഈ കാവിനോടൊക്കെ കുട്ടികൾക്കും ഒക്കെ പുച്ഛമാണ്. കാരണം അവരുടെ വിചാരം അവരുടെ കഴിവുകൊണ്ട് തന്നെയാണ് എല്ലാം ടോപ്പിൽ വന്നത് എന്നൊക്കെ. ശരി, ഇരിക്കട്ടെ. പക്ഷേ ഇവർ പിടിക്കും. ഇവർക്കൊരു കണക്കുണ്ട്. ആ കണക്കിന് ഇവരെ ഓരോരുത്തരെയായിട്ട് പിടിക്കും. അത് ഞാൻ അവിടുത്തെ വല്യച്ഛനോട് ഞാൻ പറഞ്ഞു, അല്ലേ നോക്കിക്കൂ. അപ്പോൾ വല്യച്ഛനെ അവിടെ പൂജ ചെയ്ത് അവിടെ അദ്ദേഹത്തിൻ്റെ കാലം വരെ അവിടെ കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് പോകുന്നു. പുള്ളിക്ക് വയ്യാടി. പുള്ളി പറഞ്ഞാൽ എനിക്കറിയാം, നീ പറഞ്ഞാൽ ശരിയാ, അവർ പിടിക്കും. കാരണം അവർ വിട്ടുപെടത്തില്ല, അവർ പരമാവധി ക്ഷമിക്കും. പിന്നെ കഴിയുമ്പം ഇത് ഇവരുടെ കഴിവുകൊണ്ടാണോ ഇവർ ഇത്രയും ഉയർച്ചയിലെത്തിയത് എന്നൊക്കെ പിന്നീട് അറിയാൻ പറ്റും. ഇവർ പിടിച്ചതാ. പിന്നെ പെട്ടെന്നൊന്നും ഇവർ കോംപ്രമൈസ് ചെയ്തില്ല. പിന്നെ എത്രയോ വർഷങ്ങളോളം പ്രായശ്ചിത്തങ്ങൾ ചെയ്യണം. പെട്ടെന്നൊന്നും കോംപ്രമൈസ് ആകത്തില്ല. അവർക്ക് ഭയങ്കര നിഷ്ഠയാണ്. ശിവഭഗവാൻ പിന്നെ പെട്ടെന്ന് കോംപ്രമൈസ് ആകും, അല്ലെ ഭഗവാൻ പെട്ടെന്ന് മനസ്സറിയും. ഇവർക്ക് അതുപോലെ തന്നെ ശിവഭഗവാൻ ഒരു പരിധി കൂടുതൽ ഇവരുടെ കാര്യത്തിൽ ഇവരുടെ തീരുമാനത്തിൽ ഇടപെടത്തില്ല. അങ്ങനെ ചില രഹസ്യമുണ്ട്. കാരണം ഈ നാഗരാജാവ് സത്യത്തിൻ്റെ കൂടെ നിൽക്കത്തുള്ളതെന്ന് ശിവഭഗവാൻ അറിയാം. അതുകൊണ്ടാണ്. ഇനി ഭഗവാൻ അവിടെ നിന്നൊരു വാക്ക് പറഞ്ഞാൽ നാഗരാജാവ് അനുസരിക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ചില കാര്യങ്ങളാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാമെങ്കിൽ മനസ്സിലാക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണ്ട. അത് നിങ്ങളുടെ ഭാഗം. എനിക്കറിയാവുന്ന, അല്ലെങ്കിൽ എനിക്ക് ഗുരുക്കന്മാരിൽ നിന്ന്, അല്ലെങ്കിൽ ഭഗവാനിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ ആ ദേവതകളിൽ നിന്ന് തന്നെ കിട്ടിയ ജ്ഞാനമാണ് പറഞ്ഞു തരുന്നത്. അപ്പം അവരിപ്പോൾ ആ കാവിൻ്റെ അവിടെ അവർ നോട്ടമില്ല. അത് വെറുതെ കിടക്കുക. വെറുതെ കിടന്ന് വർഷങ്ങളോളം ചിലപ്പോൾ ഇവർക്കൊന്നും കുഴപ്പം വരത്തില്ല. പക്ഷേ ഒരു ദിവസം ഈ നാഗദേവതകൾക്കൊരു കണക്കുണ്ട്. ആ കണക്ക് തൊട്ട് ഇവരെ ഓരോരുത്തരെയായിട്ട് അതിന് പ്രായശ്ചിത്തം ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പം കുഴപ്പമില്ലാതെ പോകുന്നതുകൊണ്ട് വിചാരം കുഴപ്പമില്ലെന്നല്ല എൻ്റെ അർത്ഥം. അപ്പം ഞാൻ ഈ അടുത്ത കാലത്ത് വേറൊരു കാവിൻ്റെ കാര്യം പറഞ്ഞുള്ളൂ. അവിടെ ഞാൻ ചെന്നപ്പോൾ അവിടുത്തെ അവരൊക്കെ എൻ്റെ വീഡിയോ കാണുന്നത്. അവർക്കൊക്കെ നല്ല മനുഷ്യരാണ്. അപ്പോൾ അവർ നല്ല രീതിയിൽ പൂജയും പ്രാർത്ഥനയൊക്കെ ചെയ്യുന്നുണ്ട്. അവരുടെ പണ്ട് തൊട്ടേ ഉള്ള അങ്ങനെ മുടങ്ങിപ്പോയതാണ്. അവർ ആ സ്ഥലം മേടിച്ച് കുറേ വർഷങ്ങളായെന്നേ ഉള്ളൂ. പണ്ട് തൊട്ടേ അതവിടെ പൂജയും കാര്യങ്ങൾ കാവിൽ മുടങ്ങിക്കിടന്നതാണ്. ഇവരൊരു നല്ല മനുഷ്യരാണ്. ഇവരിപ്പം പൂജയൊക്കെ ചെയ്യാൻ തുടങ്ങി. പക്ഷെ എങ്കിൽ പോലും ഇവർക്ക് ത്വക്ക് സംബന്ധമായ പല രോഗങ്ങളും ഉണ്ടാകാൻ തുടങ്ങി. ചികിത്സിച്ചിട്ടും ഭേദമാകുന്നില്ല. അങ്ങനെ ആയപ്പോഴാണ് ചികിത്സയുടെ കൂടെ ഈ ഒരു കാര്യം കൂടെ ചെയ്യാൻ തീരുമാനിച്ചത്. അനുഭവത്തിൽ നിന്ന്
ഇപ്പോൾ അവർക്ക് കുറച്ച് മാറ്റം ഉണ്ടെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. പക്ഷേ കുറേ ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തായാലും കൊള്ളാം. ഇതൊക്കെ അനുഭവത്തിലൂടെ, നാഗരാജാവിനോട് കളിച്ച അനുഭവത്തിലൂടെ പഠിക്കും. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ ഇതെല്ലാം നല്ല കാര്യങ്ങളാണ്. ഞാൻ എൻ്റെ അനുഭവങ്ങളും ഒക്കെയാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, അല്ല തള്ളിക്കളയുക. എല്ലാം നല്ല കാര്യങ്ങളാണ്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ ശിവോഹം.